ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് ആർ ദ ബഡ്ജറ്റഡ് ഡേറ്റ ഓഫ് എ കമ്പനി. സെയിൽസ് ₹6 lakh, വേരിയബിൾ കോസ്റ്റ് ₹3 lakh, ഫിക്സഡ് കോസ്റ്റ് ₹1,80,000. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് തന്നിട്ടുള്ളൂ. സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ബ്രേക്ക് ഈവൺ പോയിന്റ് അറ്റ് ദ ബഡ്ജറ്റഡ് ഡേറ്റ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് ഒരു ബ്രേക്ക് ഈവൺ പോയിന്റ് തയ്യാറാക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ, അസ്യൂമിങ് 20% ഇൻക്രീസ് ഇൻ വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിൽ 20% വർധനവ് ഉണ്ടായാൽ എത്രയാണ് ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അസ്യൂമിങ് 20% ഇൻക്രീസ് ഇൻ ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റിൽ 20% വർധന ഉണ്ടായാൽ എത്രത്തോളമാണ് ബ്രേക്ക് ഈവൺ പോയിന്റ്. അപ്പോൾ 3 തലങ്ങളിൽ ബ്രേക്ക് ഈവൺ പോയിന്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 3 കാര്യങ്ങളെ തന്നിട്ടുള്ളൂ. സെയിൽസ് 6 lakh, വേരിയബിൾ കോസ്റ്റ് 3 lakh, ഫിക്സഡ് കോസ്റ്റ് 1,80,000. അപ്പോൾ 3 സ്റ്റേജസ് ആയിട്ട് ബ്രേക്ക് ഈവൺ പോയിന്റ് കണ്ടുപിടിക്കാൻ പറയുന്നു. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് വെച്ചുകൊണ്ട് ബ്രേക്ക് ഈവൺ പോയിന്റ് കണ്ടുപിടിക്കണം. വേരിയബിൾ കോസ്റ്റ് 20% ഇൻക്രീസ് ചെയ്താൽ എത്രത്തോളമാണ് ബ്രേക്ക് ഈവൺ പോയിന്റ് വരുന്നത് എന്ന് കണ്ടുപിടിക്കണം. ഫിക്സഡ് കോസ്റ്റ് 20% ഇൻക്രീസ് ചെയ്താൽ എത്രയാണ് ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം ബ്രേക്ക് ഈവൺ പോയിന്റ് ആണ് ആദ്യം കാണുന്നത്. ബ്രേക്ക് ഈവൺ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല F/S/C. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് എഫ് എന്ന് പറയുന്നത് ഫിക്സഡ് എക്സ്പെൻസസ് ആണ്, എസ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്, അതായത് സെയിൽസ് ആണ്, സി എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മുമ്പും പഠിച്ചതാണ്, കോൺട്രിബ്യൂഷൻ നമുക്ക് നേരിട്ട് തരില്ല. ആ കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഫോർമുല, അതായത് സി എന്ന് പറയുന്നത് എസ് മൈനസ് വി ആണ്. സെയിൽസ് എസ് എന്ന് പറയുന്നത് സെയിൽസ്, വി എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ്. അതായത് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ എന്താണ് കിട്ടുന്നത് അതിനെയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ സ്റ്റേജിൽ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ കാണുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതിൽ സെയിൽ നമുക്ക് തന്നിരിക്കുന്നത് 6 ലക്ഷം ആണ്, വേരിയബിൾ കോസ്റ്റ് തന്നിരിക്കുന്നത് 3 ലക്ഷം. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 6 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 3 ലക്ഷം, അതായിരിക്കും ഇവിടുത്തെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇനി ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫോർമുല ബ്രേക്ക് ഈവൺ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്, F/S/C. എഫ് എന്ന് പറയുന്നത് ഫിക്സഡ് എക്സ്പെൻസസ്, എസ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ്, സി എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എഫ് നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 1,80,000. അപ്പോൾ 1,80,000 ഇൻറ്റു സെയിൽ തന്നിട്ടുണ്ട് 6 ലക്ഷം ഡിവൈഡഡ് ബൈ, ഇപ്പോൾ നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചു, അതായത് 3 ലക്ഷം. കോൺട്രിബ്യൂഷൻ 3 ലക്ഷം എന്ന് പറയുന്നത് സെയിൽസ് 6 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് കോൺട്രിബ്യൂഷൻ. കാരണം കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഫോർമുല എസ് മൈനസ് വി ആണ്, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന 3 ലക്ഷം, അതാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ആദ്യത്തെ ഇതിൽ ക്വസ്റ്റ്യനിൽ ബ്രേക്ക് ഈവൺ പോയിന്റ് കണ്ടുപിടിക്കാൻ, അതായത് തന്നിരിക്കുന്ന ബജറ്റഡ് ഡേറ്റ പ്രകാരം നമ്മൾ ബ്രേക്ക് ഈവൺ പോയിന്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് 3,60,000. അതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ F/S/C ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഈ സി മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ പ്രത്യേകിച്ചിട്ട്. അപ്പോൾ സി എന്ന് പറയുമ്പോൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക, അതായത് 6 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം കുറയ്ക്കുക, അപ്പോൾ കിട്ടുന്ന 3 ലക്ഷമാണ് ഇവിടുത്തെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് ആദ്യത്തതിൽ ഒരു ബ്രേക്ക് ഈവൺ പോയിന്റ് കിട്ടും, 3,60,000 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തേലേക്ക് വരുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ബ്രേക്ക് ഈവൺ പോയിന്റ് കണ്ടുപിടിക്കേണ്ടത് വേരിയബിൾ കോസ്റ്റ് 20% ഇൻക്രീസ് ചെയ്താൽ എത്രത്തോളമാണ് ബ്രേക്ക് ഈവൺ പോയിന്റ് വരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ നമ്മൾ ഫോർമുല ഒന്ന് തന്നെയാണ്, കാരണം ബ്രേക്ക് ഈവൺ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി F/S/C തന്നെയാണ് നമ്മൾ എഴുതുക. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നു വേരിയബിൾ കോസ്റ്റിൽ 20% വർധനവ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കാണണം.
വേരിയബിൾ കോസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് 3 ലക്ഷം ആണ്. ആ 3 ലക്ഷത്തിൻ്റെ 20% ഇൻക്രീസ് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 3 ലക്ഷത്തിൻ്റെ 20% കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ 3 ലക്ഷത്തിൻ്റെ 20% എന്ന് പറയുന്നത് 60,000. അത് ഈ പറയുന്ന തന്നിരിക്കുന്ന വേരിയബിൾ കോസ്റ്റ് 3 ലക്ഷത്തിൻ്റെ കൂടെ അത് ആഡ് ചെയ്യുക. ആ എമൗണ്ടാണ് ഈ രണ്ടാമത്തെ സ്റ്റേജിൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, വേരിയബിൾ കോസ്റ്റിൽ 20% വർധനവ് ഉണ്ടായാൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ തന്നിരിക്കുന്ന വേരിയബിൾ കോസ്റ്റിൻ്റെ 20% നമ്മൾ ഇൻക്രീസ് എടുത്തിട്ട് അത് ആഡ് ചെയ്തെടുക്കണം. അതാണ് ചെയ്തത്. അപ്പോൾ 3 ലക്ഷത്തിൻ്റെ 20% കാൽക്കുലേറ്റ് ചെയ്തു. അത് ഈ 3 ലക്ഷത്തിൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കിട്ടിയത് 3,60,000 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് വേരിയബിൾ കോസ്റ്റ് അല്ല നമുക്ക് വേണ്ടത് കോൺട്രിബ്യൂഷനാണ് വേണ്ടത്. ഈ ഫോർമുലയിൽ F/S/C ആണ്. അപ്പോൾ C എന്ന് പറയുന്ന കോൺട്രിബ്യൂഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ C കാണണം. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് S-V, അതായത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ സെയിൽസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ പഴയ സെയിൽസ് തന്നെ എടുക്കുക, 6 ലക്ഷം സെയിൽസ് തന്നെ എടുക്കുക. വേരിയബിൾ കോസ്റ്റ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു 3,60,000. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേജിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുന്നത്, അതായത് 6 ലക്ഷത്തിൽ നിന്ന് 3,60,000 കുറയ്ക്കുന്നത് 2,40,000. അതായിരിക്കും ഇവിടുത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടി 2,40,000 എന്ന് പറഞ്ഞ കോൺട്രിബ്യൂഷൻ കിട്ടി. എന്നിട്ട് ഇത് ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. ബ്രേക്ക് ഇവൺ പോയിന്റ് കാണാൻ നമുക്ക് F/S/C ആണ്. എഫിൽ വ്യത്യാസമില്ല, ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 1,80,000. അത് ഇൻറ്റു F/S ആണ്. എസ്സിലും വ്യത്യാസമില്ല, സിയിൽ 6 ലക്ഷം ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷനിൽ മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത് 2,40,000. അപ്പോൾ 1,80,000 എഫ്, സെയിൽസ് 6 ലക്ഷം, കോൺട്രിബ്യൂഷൻ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 2,40,000. അപ്പോൾ 1,80,000 ഇൻറ്റു 6 ലക്ഷം ഡിവൈഡഡ് ബൈ 2,40,000. അത് ചെയ്യുമ്പോൾ നമുക്ക് 4,50,000 കിട്ടും. ആ 4,50,000 ആണ് രണ്ടാമത്തതിൻ്റെ ആൻസർ. അങ്ങനെ പറയുമ്പോൾ വേരിയബിൾ കോസ്റ്റിൽ 20% ഇൻക്രീസ് വന്നാൽ ബ്രേക്ക് ഈവൺ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4,50,000 ആണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അസ്യൂമിങ് 20% ഇൻക്രീസ് ഇൻ ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റിൽ 20% ഇൻക്രീസ് വന്നാൽ എത്രത്തോളമാണ് ബ്രേക്ക് ഈവൺ പോയിന്റ് വരുന്നത് എന്നാണ് മൂന്നാമത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ ബ്രേക്ക് ഈവൺ പോയിന്റ് ഒരേ ഇക്വേഷൻ തന്നെയാണ്, F/S ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. പക്ഷെ മൂന്നാമത്തെ സ്റ്റേജിൽ പറഞ്ഞിരിക്കുന്നത് ഫിക്സഡ് കോസ്റ്റിന് മാത്രം 20% ഇൻക്രീസ് വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിക്സഡ് കോസ്റ്റിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് 1,20,000 ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് ഇതിൻ്റെ 20% ഇൻക്രീസ് വന്നു ഫിക്സഡ് കോസ്റ്റിൽ എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം 1,80,000ൻ്റെ 20% കാൽക്കുലേറ്റ് ചെയ്യുക. അത് 1,80,000ൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. അപ്പോൾ തന്നിരിക്കുന്ന ഫിക്സഡ് കോസ്റ്റ് 1,80,000. ആ 1,80,000ൻ്റെ 20% എടുത്തിട്ട് അത് 1,80,000ൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2,16,000 ആണ്. അതാണ് ഇവിടുത്തെ എഫ്, അതായത് ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ബാക്കി കോൺട്രിബ്യൂഷനോ സെയിൽസിനൊന്നും വ്യത്യാസം ഇല്ല. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ബ്രേക്ക് ഈവൺ പോയിന്റ് സാധാരണ പോലെ തന്നെ ബ്രേക്ക് ഈവൺ പോയിന്റ് കാണുക. ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത് F/S ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ എഫ് മാത്രമാണ് ഇവിടെ വ്യത്യാസം വന്നത്. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തത് 2,16,000 എന്ന് പറയുന്നതാണ് നമുക്ക് എഫ് കിട്ടിയത്. അത് ഇൻറ്റു സെയിൽസിൽ വ്യത്യാസം ഇല്ല, സെയിൽസ് 6 ലക്ഷം തന്നെയാണ്, ആ 6 ലക്ഷം തന്നെ എഴുതുക, ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷനിൽ വ്യത്യാസം ഇല്ല. കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് നോക്കുക, നേരത്തെ ചെയ്തത് തന്നെ, സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ്. അപ്പോൾ ആ എമൗണ്ട് എഴുതുക. അപ്പോൾ ബ്രേക്ക് ഈവൺ പോയിന്റ് കാണാൻ 2,16,000 ഇൻറ്റു 6 ലക്ഷം ഡിവൈഡഡ് ബൈ 3 ലക്ഷം. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഉണ്ട്, അതായത് 4,32,000. ആ 4,32,000 ആണ്
ഈ മൂന്നാമത്തെ സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പം ക്വസ്റ്റ്യനിൽ പ്രകാരം 3 ബ്രേക്ക് ഈവൻ പോയിന്റ് ചോദിച്ചിട്ടുള്ളൂ. ആദ്യത്തെ തന്നിരിക്കുന്ന ബജറ്റഡ് ഡേറ്റ അനുസരിച്ചുകൊണ്ട് ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാൻ പറയുന്നു. രണ്ടാമത്തേൽ വേരിയബിൾ കോസ്റ്റിൽ 20% ഇൻക്രീസ് വന്നാൽ എത്രത്തോളമാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് കണ്ടുപിടിക്കാൻ പറയുന്നു. അപ്പോഴാണ് നമുക്ക് ഇത് കോൺട്രിബ്യൂഷനിലൊക്കെ വ്യത്യാസങ്ങൾ വരും, അതനുസരിച്ച് ചെയ്യണം. മൂന്നാമത്തെ ഫിക്സഡ് കോസ്റ്റിൽ 20% ഇൻക്രീസ് വന്നാൽ എത്രത്തോളമാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഒക്കെ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാൻ ഒക്കെ ഒരേ ഫോർമുല തന്നെയാണ്, എഫ് ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ സി. എഫ് എന്ന് പറയുന്നത് ഫിക്സഡ് എക്സ്പെൻസസ് ആണ്, എസ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്, ഡിവൈഡഡ് ബൈ സി എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ആണ്. പക്ഷേ ഈ കോൺട്രിബ്യൂഷൻ മാത്രം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തരില്ല. ആ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെയിൽസ് എമൗണ്ടിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്, അതിന് പറയുന്ന പേര് കോൺട്രിബ്യൂഷൻ എന്നാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് 3 സ്റ്റേജുകളിലായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു.